ബ്രോ ഇത് കണ്ടിട്ട് കമ്മലെന്ന് തോന്നുന്നോ? ഇല്ല. ഓ വിവരമില്ലാത്ത കമ്മൽ ഇട്ടിരിക്കണെന്ന്. ചെവിടിന്റെ ഉള്ളിലാ. ഓ എന്താ ബ്രോ കമ്മലൊക്കെ ഇട്ടിരിക്കുന്നത്? വെറുതെ ചൊറിയാൻ വേണ്ടിട്ടാണ്, നോക്കണ്ട. ഡോണ്ട് മൈൻഡ്. ഇത് ഏത് ആംഗിളിൽ അവന് കമ്മലായിട്ട് തോന്നിയത്? അത് എനിക്കറിഞ്ഞു എന്താ ബ്രോ കമ്മൽ ഇട്ടിരിക്കുന്നത്. ചിലപ്പോ ഇതായിരിക്കും വയർഡ് ഹെഡ്സെറ്റ് കാണാത്ത ജന്മങ്ങളായിരിക്കും. സോ ദാറ്റ് മൈറ്റ് ബി ഇറ്റ്. പറയാൻ ബ്രോ പറ്റില്ലല്ലോ. മറ്റേ ഇത് ഏത് രാജ്യം ഇത്? ആരാണ് ഇത് ഏത് രാജ്യം ഇത്? ഇതാ ഇത് ലീഫ് വില്ലേജ്. കണക്ഷൻ പോയി. കമ്മല് പോയി. ആ വന്ന്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? വല്ല ആപ്പും ഉണ്ടോ? കഴിവേറിയ കിഴങ്ങ്. ലാപ്ടോപ്പിന്റെ ഏത് ഭാഗത്തായിട്ടാണ് കഴിവ് പ്രകടിപ്പിച്ചത്? ലാപ്ടോപ്പ് അല്ല, PC-യാ. സോ അപ്പം ഫാന് തന്നെ. എന്താണ് പരിപാടി ഇതിന്റെ ഉള്ളില്? ചുമ്മാ ഇപ്പം കയറിയതേ ഉള്ളൂ. ഇന്നലെ ഒരു പെങ്കൊച്ചിനെ കണ്ടു, ആ കൊച്ചിനെ തപ്പി ഇറങ്ങിയതാണ്. പെങ്കുച്ചിന്റെ പേരറിയോ? പോയി, കണക്ഷൻ പോയി. എടാ കണക്ഷൻ റെഡി ടോപ്പിക് ആക്കി. ഒക്കെ ഉണ്ടായിരുന്നു. പേരെന്തായിരുന്നു? പേര് സാറ. സാറാനെ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. നിങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞാണ് മല്ലു പൊട്ടറ്റോ. അപ്പൊ ഗൈസ് സാറാനെ കണ്ടുപിടിക്കണം. പൊട്ടറ്റോ അങ്കിളാ ആര് പറഞ്ഞു? പൊട്ടറ്റോന്റെ സ്വഭാവം അതേ സ്വഭാവം. നിങ്ങൾക്ക് റീച്ച് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏറെ കയറൂലല്ലോ. മല്ലു പൊട്ടറ്റോ. എനിക്ക് റീച്ച് ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഓന്റെ സാറ പോയിന്ന് 41 വാച്ചിങ്. സാറ പോയടാ. നമുക്ക് സാറേനെ കണ്ടുപിടിക്കാം. ഇന്ന് കാണാൻ ഞാൻ പറയാം, നീ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ പേരെന്താ? കുഴപ്പമില്ല. പേരെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പറ. കുഴപ്പമില്ലെന്ന്. കമോണാ. പറ. കുഴപ്പമില്ല. എടാ കാണുമ്പോ പറഞ്ഞു കൊടുക്കാന്ന്. വേണ്ട വേണ്ട വേണ്ട. പറഞ്ഞു കൊടുക്കണ്ടേ? സംഭവം സാറേ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടോ ഒരാളെന്നാ പറയണ്ടേ? ഇല്ല കുഴപ്പമില്ല. ചേടാ ഞാൻ ഇനി വേറെ കേറി. നിങ്ങൾക്ക് ഇൻസ്റ്റ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഞാൻ 42 പേര് മുമ്പേ നാറിയില്ല. കുഴപ്പമില്ല. ഇൻസ്റ്റ നോക്കണ്ട നീ. നിങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ല? ഇൻസ്റ്റ നീ നോക്കണ്ട. ശരിയല്ല നിങ്ങളൊന്നും. ഇൻസ്റ്റയില് പോയി സെർച്ച് ചെയ്യാൻ നിക്കരുത്. എന്ത് പറ്റി? അല്ല നോക്കണ്ട. എന്ത് പറ്റി? വേണ്ട. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ. അത് അങ്ങനെയാണല്ലോ. അവരുടെ മല്ലു പൊട്ടാറ്റോ. നീന അതിനാണല്ലേ കൺഗ്രാജുലേഷൻ പറഞ്ഞേ. താങ്ക് യുടാ. നിങ്ങൾ ഇൻസ്റ്റയിലുണ്ട്? കരയണ്ട. അറിയോ? ഓക്കേടാ. നാളെ സ്കൂളിൽ കയറാൻ പറ്റൂലല്ലോ അല്ലേ? സ്കൂളിൽ നിനക്ക് എത്ര വയസ്സായടാ? അപ്പൊ 17. ഇതിന്റെ ഉള്ളിൽ കയറാൻ പാടില്ല. യുവർ ഇലീഗൽ. ഇലീഗലാന്ന്. 18 വയസ്സായിട്ട് ഇതിന്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. ഓ പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു തലയിൽ ചട്ടി ഇട്ടോണ്ട് നിൽക്കണ ഞാൻ കണ്ട്. നോക്കിയപ്പോ കാലത്ത് തലയിൽ ചട്ടി ഇട്ട് നിക്കണവൻ നെഞ്ചത്ത്. നിങ്ങൾക്ക് മറ്റേ അവിടെ മറ്റേ സിംബലിക്കണ പേരെ ജോക്ക് ചെയ്തു. എത്ര ക്ലാസ് ചോദിച്ചപ്പോ 5 ഹിന്ദിക്കാരന്. പിന്നെ അല്ലേ 17 വയസ്സുള്ളൂ ഞാൻ.
നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ ചെറുതാടാ. കണ്ടപ്പോഴേ മനസ്സിലായി. എല്ലാം ചെറുതാണല്ലേ? നിന്നെ ഞാൻ നാളെ ഇറക്കിയറ്റോടാ. ഇതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ 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 മൂഞ്ചൊന്നും കൂടെ ഇടണം അതിന്റെ അകത്ത്. ഞാൻ മാത്രം മൂഞ്ചം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിന്നെ ഇടും ഞാൻ. നിന്റെ ഐഡിയ പറ, ഞാൻ ഇതിൽ ടാഗ് ചെയ്തിട്ടിടാ. അപ്പൊ നിന്റെ കൂട്ടുകാർ അറിയണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ എന്റെ കൂട്ടുകാരന്മാരും ഫോളോ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. റീച്ച് ആവുമ്പോ ആൾക്കാർ കണ്ടോടങ്ങിക്കോളൂ. ഇതൊന്നും ശരിയല്ല. നിങ്ങളൊന്നും എന്താടാ സാറേനെ അന്വേഷിച്ച് നടന്നിട്ടല്ലോ, ഞാൻ എന്റെ തെറ്റാണോ? നല്ല കൊച്ചായിരുന്നു. ആണല്ലേ? സാറേനെ നമുക്ക് പൊക്കാം, ഡോണ്ട് വറി. സാറെ കമന്റിൽ വരും. നോക്കട്ടെ, കമന്റ് നോക്കട്ടെ. കമന്റിൽ ഞാൻ ഏറില്ലായിരിക്കും. അവൻ ചോദിച്ചു വാങ്ങി, ഇവൻ ചിരിപ്പിച്ചു കൊല്ലും. വല്ലാത്ത ക്ഷീണം. ഞാൻ നിങ്ങളെ ഏറി കയറിയ കുഴപ്പമില്ല. സ്നേഹം, സ്നേഹം മാത്രം. നീ നമ്മുടെ ആള്. ഇവൻ ഇതൊക്കെ വായിച്ചെടുക്കുമ്പോ കുറെ നേരം എടുക്കും. ടൈം എടുത്താ പേടിക്കണ്ട, ടൈം ഉണ്ട്. എന്തായാലും നാളെ ഇറക്കി കയറുമ്പോ കൊറേ കമന്റ്സ് വായിക്കണ്ടല്ലേ. നിങ്ങൾ ഇൻസ്റ്റയിൽ ഇടുന്നല്ലോ. ഞാൻ ഇൻസ്റ്റയിൽ ഇടാറുണ്ടോ ഗൈസ്? അതെ, അറിയുന്നുണ്ട്. ഹായ്ഡാ. പൊത്തത്തെ ഇൻസ്റ്റയിലേ ഇടുന്നു. ഇടും. ഇല്ലല്ലോ, കണ്ടന്റ് അടിപൊളി. ഇടൂല ഇടൂല. നിങ്ങൾ ഒരുമാതിരി മറ്റെടുത്ത് പരിപാടിയാണ്. ആദ്യമേ പറയണ്ടേ സ്ട്രീമാണെന്ന്. അപ്പോൾ സ്കിപ്പ് അടിച്ചു പോയാൽ ഇനിയിപ്പം സ്കിപ്പ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പം സ്കിപ്പ് അടിച്ചു പോയാ ഞാൻ ഏറെ കയറും പേടിയൊന്നും പറഞ്ഞിട്ട്. അത് പറ്റൂലല്ലോ. കേറിയല്ലേ? ഞാൻ നിങ്ങളെ പറയണത് കൂടെ അതിൽ ചേർക്കണം കേട്ടോ. അല്ലാതെ എന്നെ മാത്രം ഒരുമാതിരി മറ്റവനാക്കി. ഞാൻ വേണമെങ്കിൽ ഫുൾ വീഡിയോ യൂട്യൂബിലിടാം. അയ്യേ, നിങ്ങൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഈ പറയുന്ന. ഇനി കൂടുതൽ എന്തിനും ഇടാതിരിക്കുന്നു ഇതില്. ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെ കിട്ടുന്നവരെ ഞാൻ കട്ട് ചെയ്തിട്ട് ലോങ് വീഡിയോ ഇറക്കാറുണ്ട്. അവരപ്പോ Cloud9 സ്നേഹം കൊണ്ടല്ലേ? അതെ അതെ, ഭയങ്കര സ്നേഹവാ. ഇത്തിരി കൂടുതലാ. സ്നേഹം കൊണ്ട് നടക്കാൻ വയ്യ. ഞാൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ ഗൈസ്. ടെൽ ഹിം, അവനോട് പറഞ്ഞു മനസ്സിലാക്കൂ. നിന്റെ സാറാനെ കിട്ടുന്നു അതുപോലെ നിനക്ക്. എന്റെ സാറേ? നിന്റെ സാറല്ലേ ഇപ്പൊ സംസാരിക്കാൻ? ഇതില് കൊറേ ടോക്സിക് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹലോ എന്ന് പറയുമ്പോ കൊറേ എണ്ണം ഇങ്ങനെ കൊറേ എണ്ണം ഉച്ച കാണിച്ചിട്ട് ഹലോ, ഞാൻ ഹലോ ബ്രോ പറയും. അപ്പൊ ഉടനെ ബ്രോ കക്കൂസില്ല. അങ്ങനത്തെ കുറെ എണ്ണം വരും. അങ്ങനെ ഇടയ്ക്ക് വന്നതാ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൊച്ചായിരുന്നു സാറ്. പക്ഷെ സംസാരിക്കും കൊള്ളായിരുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മള് ജസ്റ്റ് കാഷ്വൽ കോൺവെർസേഷൻ. പൊട്ടറ്റോ ടോക്സിക് ആണോ ചോദിക്കും. ഇങ്ങനെ ടോക്സിക് അല്ല, ഇങ്ങനെ വേറെ എന്തോ ആണ്. നീ എവിടെ സ്ഥലം? തിരുവനന്തപുരം. ഓക്കെ, കിട്ടിയില്ലേ? ഇനി വീടും അഡ്രസ്സും ആധാർ കാർഡും. ഇനി ഞാൻ പൊക്കി കാണിച്ചത് ആധാർ കാർഡ് വേണ്ട. എന്തായാലും നിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വരും. ആറ്റം ബോംബാണ് നമ്മുടെ പൊട്ടറ്റോ, പാവം. ഓ, നിനക്ക് ഫാൻസ് ആയല്ല. വരയ്ക്കല്ലേ, വരയാൻ പോണ അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പോലും എനിക്ക് വേണം. ഹായ് നില, യു ആർ ലേറ്റ് ഡാ. നില ഇന്ന് ലേറ്റ് ആയി ഗൈസ്. അപ്പൊ നിങ്ങള് സ്ഥിരം പരിപാടിയാണ്?
എന്തടാ ഒന്ന് കേറിപ്പോയി ഇതിന്റെ അകത്ത്. സാരല്ല, നമുക്ക് ശരിയാക്കാം. നിങ്ങക്ക് മോഡറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്? ഉണ്ട്, 2-3 ഉണ്ട്. നീ പെട്ട് നോ എസ്കേപ്പ് അവനോ. മനസ്സിലായി, അതല്ലേ ഇവിടെ നിക്കുന്ന. ഞാൻ ഇപ്പം ഇത് സ്കിപ്പ് അടിച്ച ഏറി കയറി ഉറപ്പാണ്. അതെ, അത് ആയിക്കഴിഞ്ഞു, പിന്നെ എന്താണ് ഇനി പേടിക്കേണ്ട ആവശ്യം? സോറി പൊട്ടറ്റോ, മച്ച് ലവ്, ലവ് യു ടുടാ. സന പൊട്ടറ്റോ, ഇവനെ നമുക്കൊരു വെല്ലുവിളിയാവോ? നാളെ വല്ല തക്കാളിയൊക്കെ ആയി വരുമോ നീ? ആ പരിപാടി ഞാൻ കാണിക്കൂല. നീ നിങ്ങളെ പോലെ ഒരുത്തനെ ഞാൻ കണ്ട്, അങ്ങനെ പക്ഷെ ഏലിനായിരുന്നു പച്ച. കൊറേ ഉണ്ട്. സാരില്ല, നമുക്ക് എന്തായാലും നാളെ നീ എന്തായാലും ഇൻസ്റ്റയിൽ കയറി നോക്കാം, നമുക്ക് അവിടെ കാണാം എന്തായാലും. ഓക്കെ, അങ്ങേരെ എന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കറണ്ട് അടിച്ചു പോയി, വീഡിയോ ഒക്കെ പോയി. നിങ്ങളെ PC അടിച്ചു? ഇല്ലില്ല, എന്റെ ഓൾറെഡി സേവ്ഡ്. പിന്നെ ലൈവിൽ ഓൾറെഡി സ്ട്രീമിംഗ് ആണല്ലോ, സോ അത് പോവില്ലടാ, അത് അവിടെ ഓൾറെഡി അപ്ഡേറ്റഡ് ആ. സോ നിനക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നിനക്ക് ഇതിന്ന് രക്ഷയില്ല, നീ തീർന്ന്. പക്ഷെ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ യു ക്യാൻ ഫൈൻഡ് സാറെ കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വേണ്ടല്ലേ അപ്പൊ? അല്ല, അങ്ങനെയല്ല അല്ലേ? എവിടെയോ ഒരു നമ്മള് ലോയലാന്ന്. ഓക്കേടാ, സാറയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാണ് നാളെ. ശരി എന്നാ. ഓക്കേടാ, നാളെ കാണടാ. താങ്ക്സ്. യു വെൽക്കം.